അന്നും പതിവ് പോലെ കുളിക്കടവിൽ അലക്കാൻ തുടങ്ങുമ്പോൾ അവൾ പ്രതീക്ഷിച്ചതായിരുന്നു ദിനേശിനെ. എന്നും ആ സമയം നോക്കി മുട്ടോളമുള്ള ഒരു ട്രൗസറുമിട്ട് മസിലും കാണിച്ചു വരാറുള്ള അവൻ പതിവ് തെറ്റിക്കാതെ അന്നും അതേ സമയത്ത് തന്നെ കുളത്തിന്റെ പടവുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്താടാ മോനെ, ഇന്ന് ചേച്ചി വരുന്നത് കണ്ടില്ലേ നീ? കുറച്ചു വൈകിയല്ലോ എന്ന് തമാശ പോലെ പറയുമ്പോൾ ഞാൻ കുളിക്കുന്ന സമയം നോക്കി ചേച്ചി എന്തിനാ വരുന്നേ എന്നൊരു മറുചോദ്യം എറിഞ്ഞവൻ അവളെ നോക്കി ചിരിച്ചു. അവൾക്കറിയാം കെട്ടിയോൻ ഗൾഫിലായി ചേച്ചിയെ വളയ്ക്കാൻ 17 പോലും തികയാത്ത ദിനേശൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടെന്ന്. അതിന്റെ ഭാഗമാണ് ഈ കുളിക്കാൻ വരവെന്നും. പക്ഷേ ശാലിനി അതൊന്നും കാര്യമാക്കാറില്ല. നമ്മളെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന ചിന്തയായിരുന്നു അപ്പോഴെല്ലാം മനസ്സിൽ. പക്ഷേ ദിനേശൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശാലിനിയുടെ രഹസ്യക്കാരനാവാൻ. ചേച്ചി, ഇനി എപ്പോഴാ ചേട്ടൻ വരുന്നത്? കുറെ ആയില്ലേ പോയിട്ട്? വരാറായിട്ടുണ്ടാകുമല്ലേ? ഇല്ലടാ, ഇനി 1 വർഷം കൂടി കഴിയും അതിയാൻ വരാൻ. ഈ ഓണത്തിന് വരുമെന്നാ കരുതിയത്. അപ്പോഴല്ലേ ഈ കൊറോണയും മറ്റും. ഈ അവസ്ഥയിൽ വരവൊക്കെ കണക്കാ. എന്തു ചെയ്യാം, എന്റെ യോഗം. ഒരു നെടുവീർപ്പോടെ അവൾ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനിയും 1 കൊല്ലം കൂടി മുന്നിൽ നീണ്ടു കിടക്കുന്നതിന്റെ സന്തോഷമായിരുന്നു ദിനേശന്റെ മനസ്സിൽ. അപ്പോൾ എങ്ങനെ ചേച്ചി, ഇത്രയും കാലമൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ എന്ന അവന്റെ ചോദ്യത്തിൽ മറഞ്ഞു നിൽക്കുന്ന ധ്വനി മനസ്സിലായപ്പോൾ പുഞ്ചിരിയോടെ അവൾ അവനെ ഒന്ന് നോക്കി. മോനെ, വക്കുപൊട്ടിയ കാലത്തിൽ തന്നെ വേണോ വറുത്തരച്ച കറി വെക്കാൻ എന്ന അവളുടെ മറുചോദ്യം കേട്ടപ്പോൾ അവനൊരു ചമ്മലോട് ചിരിച്ചു. അത് കണ്ടു പൊട്ടിച്ചിരിക്കുമ്പോൾ തുളുമ്പുന്ന ശരീരഭാഗങ്ങളിലായിരുന്നു ആ സമയം അവന്റെ കണ്ണുകൾ. അത് കണ്ട മാത്രയിൽ അവൾ ചിരി നിർത്തിക്കൊണ്ട് അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഡാ, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നിനക്ക് കോങ്കണ്ണ് വരും, ദഹിപ്പിക്കാതെ. അത് കേട്ട് അവൻ പതിയെ കണ്ണുകൾ പിൻവലിച്ചെങ്കിലും അലക്കു കഴിയും വരെ ഇടയ്ക്കിടെ അങ്ങോട്ടെത്തി നോക്കാൻ മറന്നില്ല ദിനേശൻ. പോകാൻ നേരം മനസ്സിലുള്ള ധൈര്യം സംഭരിച്ചവൻ അവളെ വിളിച്ചു. ചേച്ചി. അവന്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് അഭിമുഖമായി നിൽക്കുന്ന അവന്റെ മുഖം തുടുത്തിരുന്നത് ശാലിനിക്ക് കാണാമായിരുന്നു. എന്താടാ, എന്തേലും പറയാനുണ്ടെങ്കിൽ പറ, എനിക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ട പണിയുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ അവനുടനെ ചോദിച്ചത് കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി ശാലിനി. ചേച്ചി, ഇങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സത്യത്തിൽ പലതിനും ആഗ്രഹവുമുണ്ട്. ഏട്ടൻ ഗൾഫിലായ ചേച്ചി ഇപ്പോൾ മഴ കൊതിക്കുന്ന വേഴാമ്പലാണെന്ന് എനിക്കറിയാം. ആ മരുഭൂമിയിൽ ഞാൻ ഒരു മഴയായി പെയ്തിറങ്ങിക്കോട്ടെ. അവന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സ്ഥലകാല ബോധ നഷ്ടമായ അവൾ അവന് നേരെ ഒന്ന് രൂക്ഷമായി നോക്കി. ദിനേശ, ഇത്ര ദിവസമൊക്കെ ഞാനെല്ലാം നിന്റെ കുട്ടിക്കളിയായാണ് കണ്ടത്. പക്ഷെ ഇത് നിന്റെ അമ്മയുടെ പ്രായമുള്ള എന്നോടാണോ നിനക്ക്? അവളാകെ ഇല്ലാതായപ്പോൾ മുഖം തിരിക്കുമ്പോൾ അവന്റെ നല്ല സമയത്തോട് തന്നെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ചേച്ചി, ഈ കാര്യത്തിൽ വയസ്സൊന്നുമില്ല. ഞാൻ പല കഥകളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെക്കന്മാരെ വിളിച്ചു കയറ്റുന്ന ആന്റിമാരെ. അങ്ങനെയൊക്കെ ചേച്ചിയിൽ നിന്നും പ്രതീക്ഷിച്ചു ഇത്രയും ദിവസം. എന്തായാലും എനിക്ക് ചേച്ചിയെ ഇഷ്ടമാണ്. ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാൽ. അവന്റെ വാക്കുകളിൽ നിന്നും ശാലിനിക്ക് മനസ്സിലായിരുന്നു ഇവനെ അങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ ശ്രമിച്ചാൽ ചിലപ്പോൾ അതൊരു വാശിയിലേക്ക് എത്തുമെന്ന്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനുള്ള വിവരങ്ങൾ നൽകുന്നത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതിൽ കാണുന്ന പലതുമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുപോലെ ചെയ്യാൻ അവർ എന്തും ചെയ്യുമെന്ന് അവൾക്ക് തോന്നിയപ്പോൾ അവന്റെ ഇഷ്ടങ്ങൾക്ക് മനസ്സോടെ സമ്മതമൂലം തന്നെ അവൾ തീരുമാനിച്ചു. നിനക്കെന്നെ അത്ര ഇഷ്ടമാണോ ദിനേശ എന്നവൾ പുഞ്ചിരിയോട് ചോദിക്കുമ്പോൾ അതേ എന്നവൻ തലയാട്ടിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്കും മാറിടത്തിലേക്കും തന്നെ നോട്ടം പായിച്ചു കൊണ്ടിരുന്നു. അവന്റെ നോട്ടം ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ അലക്കി തുണികളെടുത്ത് കുളത്തിന്റെ പടവുകൾ കയറുമ്പോൾ ദിനേശിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞ് അവൾ വേഗം നടന്നു വീട്ടിലേക്ക്. അവളുടെ ആ സമ്മതം നിറഞ്ഞ വാക്കുകൾ കേട്ടവൻ സന്തോഷത്തോടെ കുളത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ മനസ്സിൽ കിട്ടാൻ പോകുന്ന നിമിഷങ്ങളെ കുറിച്ചുള്ള കുളിരുകോരുന്ന ചിന്തകളായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ നട്ടുച്ച സമയത്ത് നീ എവിടെ തെണ്ടാൻ പോവുകയാണെന്ന്. പക്ഷേ അതിനു മറുപടിയൊന്നും പറയാതെ ശാലിനിയുടെ വീട് ലക്ഷ്യമാക്കി അവൻ നടന്നു അതിവേഗം. ഉമ്മറത്തെത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് അവൾ വാതിൽ തുറന്നു. പിന്നെ പുഞ്ചിരിയോടെ അവനെ അകത്തേക്ക് കടത്തി വാതിൽ അടച്ചുകൊണ്ട് അവനരികിലേക്ക് നടന്നു. ആ സമയം അവളുടെ വേഷവും നടത്തുമെല്ലാം കണ്ടപ്പോൾ ഇതുവരെ കാണാത്ത സൗന്ദര്യമുണ്ടെന്ന് അവന് തോന്നി. അവൾ പതിയെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി കുടിക്കാൻ ജ്യൂസുമായി വരുമ്പോൾ തന്നെ അവന്റെ ആകാംക്ഷയോടുള്ള ഇരിപ്പ് അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കയ്യിൽ കരുതിയ ജ്യൂസ് അവന് നേരെ നീട്ടുമ്പോൾ അവളുടെ പുഞ്ചിരിയിൽ വല്ലാത്തൊരു വശ്യതയുണ്ടെന്ന് തോന്നി ദിനേശന്. അവൻ അതിവേഗം ആ ഗ്ലാസ് കാലിയാക്കി മേശപ്പുറത്ത് വെക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ടായിരുന്നു. ഇതെന്താ ചേച്ചി? ഇതൊരു ആൽബമാണിടാ. നീയൊന്നും ഇത് കണ്ടു കാണില്ല. ഇതൊക്കെ ഒന്ന് കാണ്, എന്നിട്ടൊന്ന് റിലാക്സ് ആയിട്ട് പോരെ. അതും പറഞ്ഞവൾ ചിരിക്കുമ്പോൾ അവന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ ഈ ആക്രാന്തം വേണ്ട മോനെ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന്. അവൾ പതിയെ ആ ആൽബത്തിലെ ഓരോ താളുകളും മറിക്കാൻ തുടങ്ങി. അതിൽ പല ഫോട്ടോയിലും അവന്റെ കണ്ണുകൾ ഉടക്കുമ്പോൾ അവൾ പറയും, അത് നീയും എന്റെ മോളുമാണെന്ന്. അങ്ങനെ ആൽബം നോക്കിക്കഴിഞ്ഞ് അവൻ തിരികെ നൽകി ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ
അമ്മയുടെ കൈനീട്ടിയ സമയം ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ അവൻ കറങ്ങിത്തിരിഞ്ഞ് നിലത്തേക്ക് വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും തിരികെ ബോധത്തിലേക്ക് വന്നപ്പോഴാണ് അവന് മനസ്സിലായത് ശാലിനിയുടെ കൈ മുഖത്താണ് പതിഞ്ഞത് എന്നും ആ അടിയിലാണ് അടി പതറിപ്പോയതെന്നും. വീണിടത്ത് നിന്നും മുഖം പൊത്തിക്കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നിരുന്നു. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, അതും വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടും. എന്റെ വീട്ടുകാർ പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. പക്ഷേ നിങ്ങൾ. അവൻ രോഷത്താൽ അവൾക്ക് നേരെ കയർക്കുമ്പോൾ പുഞ്ചിരിയോടെ തന്നെയായിരുന്നു അവളുടെ മറുപടി. അതാണ് മോനെ പ്രശ്നം. നിന്റെ വീട്ടുകാർ ഇതുവരെ നിന്നെ തല്ലാത്തതിന്റെയാണ് നിനക്കിപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതിരിക്കാനുള്ള പ്രധാന കാരണം. ഒന്നേ ഉള്ളുവെങ്കിലും ഉലക്ക കൊണ്ട് അടിക്കണമെന്നൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ഉലക്ക കൊണ്ടൊന്നും അടിച്ചില്ലെങ്കിലും നല്ല പുളിവടി വെട്ടി ഇടയ്ക്കൊക്കെ കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്. പണ്ടു നിന്റെ അമ്മ പ്രസവിച്ച സമയത്ത് മുലപ്പാലില്ലാതെ കുപ്പിപ്പാൽ നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുമായിരുന്നു. അന്ന് ആ കണ്ണുനീർ കണ്ട് എന്റെ മോൾക്ക് നൽകേണ്ട മുലപ്പാൽ ഞാൻ നിനക്ക് നൽകിയാണ് നിന്റെ കരച്ചിൽ അടക്കിയിരുന്നത്. അതും പലപ്പോഴും എന്റെ മോളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട്. അങ്ങനെ നീ കടിച്ചിമ്പി കുടിച്ച മുലകളിലേക്ക് തന്നെയാണ് നീ ഇത്ര ദിവസം നോക്കി വെള്ളമിറക്കിയത്. ഞാൻ സ്നേഹത്തോടെ മാറിലടക്കി പിടിച്ച് മുലയൂട്ടി വലുതാക്കിയവൻ ഇപ്പോൾ അതിനോടാർത്തി. പക്ഷെ ഒരു വ്യത്യാസം മാത്രം. അന്ന് അമ്മയുടെ മുലപ്പാലനായിരുന്നുവെങ്കിൽ ഇന്നത് മകന്റെ കാമം തീർക്കാനുള്ള വെറും അവയവത്തോടാണെന്ന് മാത്രം. അവളുടെ ആ വാക്കുകൾ അടിച്ചതിനേക്കാൾ വേദനയോടെയാണ് അവന്റെ മനസ്സിലേക്ക് പതിച്ചത്. മറുത്തൊരു വാക്കു പറയാൻ കഴിയാതെ മുഖം താഴ്ത്തി നിൽക്കുന്ന അവന് നേരെ അവൾ ഒന്ന് കൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് തുടർന്നു. ഇതൊക്കെ അറിയണമെങ്കിൽ നീ ആദ്യം വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരുമെല്ലാം. എന്നിട്ടും നിന്റെ കാമം മാറിയില്ലെങ്കിൽ നിന്റെ ആഗ്രഹം നീ നിന്റെ അമ്മയോട് തന്നെ പറഞ്ഞേക്കും. നിന്നെ മുലയൂട്ടിയ എന്റേതിനേക്കാൾ നല്ലത് മുലയൂട്ടാത്ത നിന്റെ അമ്മയുടെയാണ്. പറഞ്ഞ വാക്കുകൾ കുറിച്ച് ക്രൂരമായി പോയെന്ന് തോന്നിയെങ്കിലും അവന്റെ മുഖത്ത് നോക്കി അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി ശാലിനിക്ക്. എല്ലാം കേട്ട് തല താഴ്ത്തിക്കൊണ്ട് അവൻ ആ പടിയിറങ്ങുമ്പോൾ സ്വന്തം മനസ്സിനെ പഴിക്കുകയായിരുന്നു. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവനെന്ന്, മുലയൂട്ടിയ മാറുകൾ കാമത്തോടെ കണ്ടെത്താൻ എത്ര വൃത്തികെട്ടവനാണെന്ന്. കൂടെ മാപ്പും ചോദിച്ചു 1000 വട്ടം. കരഞ്ഞു തളർന്ന തനിക്കായി മുലപ്പാൽ ചുണ്ടിലേറ്റിയ അമ്മയോട്.